മൂസ നബി ഇസ്രായേലിയരെയും കൊണ്ട് ചെങ്കടൽ കടന്നത് ഖുർആനിലും ബൈബിളിലും പരാമർശിക്കപ്പെടുന്നുണ്ട്. ഫറോവ ചെങ്കടൽ മുങ്ങി മരിക്കുകയായിരുന്നുവെന്ന് മുസ്ലിങ്ങളും ക്രൈസ്തവരും ജൂതന്മാരും വിശ്വസിക്കുന്നു. മൂസ നബി ചെങ്കടൽ കടന്ന പ്രദേശം സൗദി അറേബ്യയിലെ തബൂക്കിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇന്നത്തെ സൗദി അറേബ്യയിലെ മദ്യനിൽ നിന്ന് ഈജിപ്തിലേക്ക് പോയ മൂസ നബി തുവാ താഴ്വരയിൽ വെച്ചാണ് പ്രവാചകനായി അഭിഷിക്തനാവുന്നത്. ദൈവിക നിർദ്ദേശപ്രകാരം അദ്ദേഹം ഫറോവയുടെ കൊട്ടാരത്തിലെത്തി. സമഗ്രാധിപതിയായ ഫറോവയോട് ദൈവത്തിന് കീഴ്വണങ്ങാനും ജനങ്ങളോട് നീതി കാണിക്കാനും അദ്ദേഹം ആഹ്വാനം ചെയ്തു. മൂസാ നബിയുടെ അനുയായികളായ ഇസ്രായേല്യരെ അടിമത്വത്തിൽ നിന്നും മോചിപ്പിക്കണമെന്ന ആഹ്വാനം ഫറോവയെ ക്രുദ്ധനാക്കി. മൂസാ നബിയെയും അനുയായികളെയും കൊല്ലാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഇതോടെ പ്രവാചകന്റെ നേതൃത്വത്തിൽ ഇസ്രായേലിയർ ഈജിപ്തിൽ നിന്നും പലായനം ചെയ്തു. തൊട്ടുപിറകെ ഫറോവയും സൈന്യവും. എന്റെ പശ്ചാത്തലത്തിൽ കാണുന്നതാണ് ഈജിപ്തിലെ മലനിരകൾ. അവിടെ നിന്നും കടൽ കടന്നാണ് മൂസാ നബിയും കൂട്ടരും രണ്ടാം തവണ സൗദിയിലെ മദിയൻ എന്നറിയപ്പെടുന്ന ഈ പ്രദേശത്തേക്ക് എത്തിപ്പെടുന്നത്. കടൽ പിളർത്തിയാണ് അവർ രക്ഷപ്പെട്ടതെന്ന് ഖുർആനും ബൈബിളും പറയുന്നു. അത് ഇന്നത്തെ സൗദിയിലെ തബൂക്കിലുള്ള വാദി തൊയ്യിബൽ ഇസ്മിലേക്കാണെന്നാണ് ഒരു വിഭാഗം പണ്ഡിതർ കരുതുന്നത്. കടലിനോട് ചേർന്നുള്ള പ്രദേശമായതിനാൽ നല്ല തണുത്ത കാറ്റുള്ള ഇടമായിരുന്നു മൂസ നബി ആദ്യമെത്തിയ ഈ പ്രദേശം. പിന്നീട് അവർ സ്ഥിരതാമസത്തിനുള്ള സ്ഥലങ്ങൾ അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇവിടെ നിന്നും ഏതാനും മൈലുകൾ അപ്പുറത്തേക്ക് മാറി. കടലിൽ പിന്തുടർന്ന ഫറോവയും സൈനികരും അവിടെ മുങ്ങി മരിച്ചു. ധിക്കാരിയായ ഫറോവയുടെ ശരീരം മറ്റുള്ളവർക്ക് പാഠമായി നിലനിർത്തുമെന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. കൈറോ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന റംസീസ് രണ്ടാമന്റെ പേരിൽ അറിയപ്പെടുന്ന ഈ മമ്മി ഫിർഔന്റേതാണെന്ന് കരുതുന്നു. രണ്ടു വഴിയിലൂടെയാകാം മൂസാ നബി സൗദിയിലെ ഇന്നത്തെ മദ്യനിലേക്ക് എത്തിയത് എന്ന് കരുതുന്നുണ്ട്. അതിലൊന്ന് ഈജിപ്തിലെ ഷർമുൽ ഷെയ്ഖ് വഴിയാകാം. അവിടെ പക്ഷേ കടലിന് 300 മീറ്ററോളം ആഴമുണ്ട്. അങ്ങനെയെങ്കിൽ രണ്ടാമത്തെ വഴി വാദി ഇസ്മു തൊയ്ബ് വഴിയുള്ളതാണ്. ഇതാണ് ചരിത്രകാരന്മാർ കൂടുതൽ കരുതുന്ന ഇടവും. മൂസാ നബിയും സംഘവും കടൽ കടന്നെത്തിയ പ്രദേശമായി ഇവിടം വിശ്വസിക്കാൻ കാരണങ്ങളേറെയുണ്ട്. വാദി തൊയ്യിബൽ ഇസ്മി എന്നാണ് ഈ പ്രദേശത്തിന്റെ പേര്. മൂസാ നബി കടലിൽ വടിയടിച്ചപ്പോൾ കടൽ മല പോലെ 2 ഭാഗത്തേക്കായെന്നാണ് ഖുർആനിൽ പറയുന്നത്. ഈ ഭാഗത്ത് 2 ഭാഗമായി പിളർന്ന മല കാണാം. അതിനിടയിലൂടെ സഞ്ചരിച്ചാലെത്തുന്ന പ്രദേശത്ത് നിരവധി പ്രധാന അടയാളങ്ങളുണ്ട്. അവർ തമ്പടിച്ച പ്രദേശം, ആ ജനതയിൽ ഒരു വിഭാഗം ദൈവത്തെ ആരാധിച്ച സ്ഥലം, ശ്മശാനങ്ങൾ, മൂസാ നബി ദിവ്യശക്തിയാൽ വെള്ളം നൽകിയതായി കരുതുന്ന പാറക്കെട്ടുകളും നീരുറവകളും. ഇന്ന് സൗദിയിലെ ഇസ്ലാമിലെയും ക്രൈസ്തവരുടെയും പ്രധാന ടൂറിസം കേന്ദ്രമായി മാറുകയാണ് ഈ ഇടം. മൂസാ നബിയുടെ ചരിത്രയാത്രക്ക് സാക്ഷ്യം വഹിച്ച ഈ പ്രദേശം ഇന്നും സൗദിയിലെ നിയോം പദ്ധതി പ്രദേശത്ത് നിലകൊള്ളുന്നുണ്ട്. നിയോമിൽ നിന്നും അഫ്താബ് റഹ്മാൻ, മീഡിയ 1.